Lyceum Laureate 2K24. ചോദ്യം 1. യേശു അവളുടെ കൺമുൻപിൽ തുറന്നു വെച്ച പുസ്തകം ഏത്? ഉത്തരം പ്രകൃതി. ചോദ്യം 2. വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ദൈവവചനമാണെന്നും ആത്മീയ ജീവിതത്തിൻ്റെ ഗുരുനാഥയുമാണെന്നും പറഞ്ഞ പാപ്പ ആര്? ഉത്തരം 11-ാം പിയൂസ് പാപ്പ. ചോദ്യം 3. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാതാപിതാക്കളെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത് എന്ന്? ആര്? ഉത്തരം 2008 ഒക്ടോബർ 19 ബെനഡിക്റ്റ് 16-ാമൻ പാപ്പ. ചോദ്യം 4. ഞാൻ ബലഹീനനായതുകൊണ്ട് ഈശോ എന്നിൽ വന്ന് എന്ത് പഠിപ്പിച്ചു എന്നാണ് വിശുദ്ധ പറയുന്നത്? ഉത്തരം തൻ്റെ സ്നേഹത്തിൻ്റെ രഹസ്യങ്ങൾ. ചോദ്യം 5. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാന ഭാവം എന്തായിരുന്നു? ഉത്തരം സ്നേഹം. ചോദ്യം 6. ചെറുപുഷ്പത്തിൻ്റെ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ശിശുത്വത്തിൽ ആരംഭിച്ച് എന്തിലാണ് എത്തി നിൽക്കുന്നത്? ഉത്തരം തിരുമുഖത്തിലും പീഡാനുഭവത്തിലും. ചോദ്യം 7. ദൈവരാജ്യത്തിൻ്റെ വികസനത്തിനായി മനുഷ്യൻ നന്ദിപൂർവം സ്വീകരിക്കേണ്ട ഒരു ദാനമായിട്ട് വിശുദ്ധ കണ്ടത് എന്തിനെ? ഉത്തരം സഹനത്തെ. ചോദ്യം 8. കൊച്ചുറാണിയുടെ അനുധ്യാനത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും നിലയ്ക്കാത്ത പ്രവാഹം ഉറവെടുത്തിരുന്ന സ്രോതസ് ഏത്? ഉത്തരം വിശുദ്ധ ഗ്രന്ഥം. ചോദ്യം 9. വിശുദ്ധയ്ക്ക് പ്രാർത്ഥിക്കുക എന്നാൽ എന്തായിരുന്നു? ഉത്തരം സ്നേഹിക്കുക. ചോദ്യം 10. ലോകത്തിൽ ആദ്യമായി കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ നാമത്തിൽ ഒരു ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഉത്തരം കേരളത്തിൻ്റെ തലസ്ഥാനത്തുള്ള തിരുവനന്തപുരം രൂപതയുടെ ഭാഗമായിരുന്ന തൂങ്ങാം പാറയിൽ. ചോദ്യം 11. കർത്താവിൻ്റെ പക്കലേക്ക് വിളിക്കുമ്പോൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് എന്ത്? ഉത്തരം ദൃഢമായ വിശ്വാസം. ചോദ്യം 12. അമ്മച്ചിയുടെ മരണശേഷം എന്താണ് കൊച്ചുത്രേസ്യയിൽ നിന്ന് മാറിപ്പോയത്? ഉത്തരം പ്രസന്നഭാവം. ചോദ്യം 13. അമ്മച്ചിയുടെ മരണശേഷം കൊച്ചുത്രേസ്യ ആരെയാണ് അമ്മച്ചിയായി തിരഞ്ഞെടുത്തത്? ഉത്തരം പൗളിൻ ചേച്ചിയെ. ചോദ്യം 14. നല്ല ദൈവം എന്ത് ചൊരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിലെ കാലാവസ്ഥ പറ്റുകയില്ലായിരുന്നു എന്നാണ് ചെറുപുഷ്പം പറയുന്നത്? ഉത്തരം അനുഗ്രഹസമ്പൂർണമായ കിരണങ്ങൾ. ചോദ്യം 15. എല്ലാ ദിവസവും രാവിലെ അങ്ങ് കൊച്ചുറാണിയുടെ അടുക്കൽ വന്ന് ചോദിച്ചത് എന്തായിരുന്നു? ഉത്തരം ഞാൻ നല്ല ദൈവത്തിന് എൻ്റെ ഹൃദയത്തെ സമർപ്പിച്ചുവോ എന്ന്. ചോദ്യം 16. വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് തനിച്ച് വായിക്കാൻ സാധിച്ച ആദ്യത്തെ വാക്ക് എന്തായിരുന്നു? ഉത്തരം സ്വർഗം. ചോദ്യം 17. കുമ്പസാര നേരത്ത് എന്താണ് ആത്മാവിനെ ശുദ്ധമാക്കാൻ പോകുന്നതെന്നാണ് അമ്മ പറഞ്ഞു കൊടുത്തിരുന്നത്? ഉത്തരം ഉണ്ണിയേശുവിൻ്റെ കണ്ണുനീർ. ചോദ്യം 18. കൊച്ചുറാണിയെ അപ്പച്ചൻ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരുന്നത്? ഉത്തരം തൻ്റെ ചെറിയ സൂര്യകാന്തി. ചോദ്യം 19. കർമ്മലമഠത്തിൽ ചേരുവാൻ ആഗ്രഹിച്ചത് പൗളിൻ ചേച്ചിയെ പ്രതിയല്ല പിന്നെ ആരെ പ്രതിയാണ് എന്നാണ് പറഞ്ഞത്? ഉത്തരം യേശുവിനെ പ്രതി മാത്രമായിരുന്നു. ചോദ്യം 20. വിശുദ്ധ കൊച്ചുത്രേസ്യയെ സാർവത്രിക സഭയുടെ വേദപാരംഗതയായി പ്രഖ്യാപിച്ചത് എന്ന്? ഉത്തരം 1997 ഒക്ടോബർ 17. ചോദ്യം 21. വിശുദ്ധ കൊച്ചുത്രേസ്യയെ സാർവത്രിക സഭയുടെ വേദപാരംഗതയായി പ്രഖ്യാപിച്ച പാപ്പ ആര്? ഉത്തരം വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ. ചോദ്യം 22. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ അന്തരംഗത്തിലെ രഹസ്യങ്ങളെല്ലാം ഗ്രഹിക്കുകയും സംശയങ്ങളെല്ലാം തീർത്തു കൊടുത്തിരുന്നത് ആരായിരുന്നു? ഉത്തരം പൗളിൻ ചേച്ചി. ചോദ്യം 23.
ഞായറാഴ്ചയെ വിശുദ്ധ കൊച്ചുത്രേസ്യ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരുന്നത്? ഉത്തരം നല്ല ദൈവത്തിൻ്റെ തിരുനാൾ, വിശ്രമത്തിൻ്റെ തിരുനാൾ. ചോദ്യം 24. കൊച്ചുറാണിയുടെ നാമകാരണി ആര്? ഉത്തരം വിശുദ്ധ അമ്മ ത്രേസ്യ. ചോദ്യം 25. ആധുനിക ലോകത്തെ ഏറ്റവും വലിയ വിശുദ്ധയാകും അവൾ എന്ന് പറഞ്ഞ പാപ്പ ആര്? ഉത്തരം 10-ാം പിയൂസ് പാപ്പ.